പത്താം തരത്തിലെ രസതന്ത്രം 2 യൂണിറ്റുകളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യത്തെ യൂണിറ്റിൽ 4 അധ്യായങ്ങൾ. ഒന്നാമത്തെ അധ്യായം പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 2 വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും, ഗ്യാസ് ലാസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. 3 ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും, റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. 4 ലോഹ നിർമ്മാണം, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. ഇതിൽ ഒന്നാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസത്തിലെ പ്രധാന ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ആശയം ഷെല്ലുകൾ, ഉപഷെല്ലുകൾ, സബ്ഷെൽ, ഷെൽ. രണ്ടാമത്തെ ആശയം സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 3 പീരിഡ്, ബ്ലോക്ക്, ഗ്രൂപ്പ്, വാലൻസി, ഓക്സീകരണാവസ്ഥ, പീരിഡ്, ബ്ലോക്ക്, ഗ്രൂപ്പ്, വാലൻസി, ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 4 എസ്, പി, ഡി, എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകൾ, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ്, പി, ഡി, എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇവിടെ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു മോഡലാണ് കാണിച്ചിരിക്കുന്നത്. 8ാം തരത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ആറ്റം മാതൃക, ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡലിൽ ഏറ്റവും മധ്യഭാഗത്തായി സെൻട്രലായി ന്യൂക്ലിയസ് കാണുന്നു. ന്യൂക്ലിയസിലുള്ളത് പ്രോട്ടോണും ന്യൂട്രോണുമാണെന്നറിയാം. ചുറ്റും ഷെല്ലുകളാണുള്ളത്. ആ ഷെല്ലുകൾ ക്രമീകരിച്ചിരിക്കുന്നത് കെ, എൽ, എം, എൻ എന്ന ഓർഡറിലാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 1, 2, 3, 4. ഈ ഒന്നാമത്തെ ഷെൽ അതായത് കെ ഷെൽ, രണ്ടാമത്തെ ഷെൽ അതായത് എൽ ഷെൽ, മൂന്നാമത്തെ ഷെല്ല് എം ഷെൽ, നാലാമത്തത് എൻ ഷെൽ. ഈ മെയിൻ ഷെല്ലുകളെ ഊർജ നിലകളായിട്ടാണ് നമ്മൾ വിഭാവന ചെയ്യുന്നത്. പ്രധാന ഊർജ നിലകൾ, പ്രിൻസിപ്പൽ എനർജി ലെവൽ. ഒന്നാമത്തെ ഊർജ നില കെ ഷെൽ. കെ ഷെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപഷെല്ലാണുള്ളത്. രണ്ടാമത്തെ എല്ലിൽ 2 ഉപഷെല്ലുകളുണ്ട്. മൂന്നാമത്തതിൽ 3 ഉപഷെല്ലുകൾ, നാലാമത്തതിൽ 4 ഉപഷെല്ലുകൾ. നമുക്ക് ഈ ഉപഷെല്ലുകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി പരിശോധിക്കാം. ഒന്നാമത്തെ ഷെല്ല് കെ ഷെല്ലാണ്. കെ ഷെല്ലിൽ ഒരു ഉപഷെല്ലാണുള്ളത്, അത് എസ് ഉപഷെല്ലാണ്. രണ്ടാമത്തത് എൽ, അത് 2 ഉപഷെല്ലുകളാണുള്ളത്, എസും പിയും. മൂന്നാമത്തെ മെയിൻ ഷെല്ലിന് 3 ഉപഷെല്ലുകളുണ്ട്, എസ്, പി, ഡി. നാലാമത്തെ മെയിൻ ഷെല്ലിൽ 4 ഉപഷെല്ലുകൾ, എസ്, പി, ഡി, എഫ് എന്നിവയാണ്. ഇവ വളരെ വ്യക്തമായി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. നോക്കൂ, ഷെല്ലുകളുടെ നമ്പർ, മെയിൻ ഷെല്ലുകളുടെ നമ്പർ 1, 2, 3, 4 ഓരോ ഷെല്ലിനെയും തൊട്ട് താഴെ തന്നെ അവയുടെ ഉപഷെല്ലുകളും വിന്യസിച്ചിട്ടുണ്ട്. ഈ ഉപഷെല്ലുകളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, ഷെൽ നമ്പർ 1. ഷെൽ നമ്പർ 1 വരുമ്പോൾ 1S എന്നാണ് കാണിക്കുന്നത്. എങ്കിൽ ഷെൽ നമ്പർ 2 വരുമ്പോൾ എങ്ങനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 1 വരുമ്പോൾ 1S ആകുമ്പോൾ 2 വരുമ്പോൾ 2S 2P എന്നാകും. എങ്കിൽ 3 വരുമ്പോൾ 3S 3P 3D എന്നും ആകും. ഇനി 4 വരുമ്പോൾ നമുക്ക് നിഷ്പ്രയാസം പറയാൻ കഴിയും 4S 4P 4D 4F. ഇങ്ങനെ നമുക്ക് ഉപഷെല്ലുകളുടെ ക്രമം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ടേബിളാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. നോക്കൂ, നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കാണപ്പെടുന്ന ഒരു ടേബിൾ നമുക്ക് നോക്കാം. ഈ ടേബിളിൽ 1, 2, 3, 4 എന്നീ മെയിൻ ഷെൽ നമ്പറുകൾ കാണിച്ചിരിക്കുന്നു. ഓരോ മെയിൻ ഷെല്ലിനും തൊട്ടു താഴെ അതിൻ്റെ സബ് ഷെല്ലുകളുമുണ്ട്.
ഒന്നാമത്തെ മെയിൻ ഷെല്ലിൻ്റെ തൊട്ടു താഴെ സൂചിപ്പിച്ചിരിക്കുന്നത് എസ് എന്ന സബ് ഷെല്ലാണ്. രണ്ടാമത്തെ മെയിൻ ഷെല്ലിന് താഴെ എസും പിയും ഉണ്ട്. മൂന്നാമത്തേതിൽ എസ് പി ഡി, നാലാമത്തേതിൽ എസ് പി ഡി എഫ്. ഇനി ഓരോ സബ് ഷെല്ലും പ്രതിനിധാനം ചെയ്യുന്ന രീതി എങ്ങനെ എന്നതാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ മെയിൻ ഷെല്ലിൻ്റെ സബ് ഷെല്ലായ എസിനെ സൂചിപ്പിക്കുന്നത് 1s എന്നാണ്. എങ്കിൽ രണ്ടാമത്തെ മെയിൻ ഷെല്ലിൻ്റെ സബ് ഷെല്ലുകളെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാകണം? 2s 2p എന്നിങ്ങനെയാണ്. എങ്കിൽ മൂന്നാമത്തത് 3s 3p 3d എന്നാണ്. നാലാമത്തത് നമുക്ക് വളരെ വേഗത്തിൽ പറയാൻ കഴിയും 4s 4p 4d ആൻഡ് 4f എന്നാണ്. ഇങ്ങനെ ഓരോ മെയിൻ ഷെല്ലിൻ്റെയും സബ് ഷെല്ലുകളെ നമുക്ക് പ്രതിനിധാനം ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു ടേബിളാണിത്. അപ്പോൾ ഏത് മെയിൻ ഷെല്ലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള സബ് ഷെല്ലുകളെയും ആ സബ് ഷെല്ല് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് മെയിൻ ഷെല്ലിലുള്ളതാണെന്നും നിഷ്പ്രയാസം മനസ്സിലാക്കാനുള്ള ഒരു ടേബിളാണ് ഈ കാണുന്നത്. ഇനി ഇതിലേക്ക് പോകുമ്പോൾ അടുത്ത നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഓരോ സബ് ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഓരോ സബ് ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ 8ാം തരത്തിൽ ഓരോ മെയിൻ ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്താനുള്ള ഫോർമുലയും ആ ഇലക്ട്രോണിൻ്റെ എണ്ണവും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഒന്നാമത്തെ മെയിൻ ഷെല്ലിലുള്ള ഇലക്ട്രോൺ 2 ആണെന്നും രണ്ടാമത്തെ മെയിൻ ഷെല്ലിലുള്ള ഇലക്ട്രോൺ 8 ആണെന്നും മൂന്നാമത്തെ മെയിൻ ഷെല്ലിലുള്ള ഇലക്ട്രോൺ 18 ആണെന്നും നാലാമത്തെ മെയിൻ ഷെല്ലിലെ ഇലക്ട്രോൺ 32 ആണെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇവിടെ ഒന്നാമത്തെ മെയിൻ ഷെല്ലിലുള്ളത് ഒരു സബ് ഷെല്ലാണ്. ആ സബ് ഷെല്ല് ഒന്നാമത്തെ ഷെല്ലിലായതുകൊണ്ട് തന്നെ 1s ആണ്. ആ 1sലുള്ള പരമാവധി ഇലക്ട്രോണാണ് ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. നോക്കുക, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് 2 ആണ്. എങ്കിൽ 2 എന്ന മെയിൻ ഷെല്ലിലുള്ള സബ് ഷെല്ലുകൾ ഏതെന്ന് നോക്കൂ. 2s 2p. അതിലുള്ള പരമാവധി ഇലക്ട്രോൺ 8 ആണ്. 2s-ലുള്ളതിൽ 2 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ 2pയിൽ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 ആയിക്കഴിഞ്ഞാൽ മുഴുവൻ ഇലക്ട്രോണിൻ്റെ എണ്ണം 8 ആയതുകൊണ്ട് 2s-ൽ വന്നാൽ പിയിൽ 6 ആയിരിക്കും. ഇങ്ങനെ മൂന്നാമത്തെ മെയിൻ ഷെല്ലിലേക്ക് നമ്മൾ പോകുമ്പോൾ മൂന്നാമത്തെ മെയിൻ ഷെല്ലിന് 3 സബ് ഷെല്ലുകളാണുള്ളത്. 3s 3p 3d. 3s-ൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. എസ്-ൽ 2, പിയിൽ 6. അപ്പോൾ 8-ൽ വരുന്നത് എങ്കിൽ ഡിയിൽ വരുന്നത് 10 ആണ്. എങ്കിൽ 18ആയി ആ മൂന്നാമത്തെ മെയിൻ ഷെൽ പൂർത്തീകരിക്കപ്പെടും. ഇതേ രീതിയിൽ തന്നെ നാലാമത്തെ മെയിൻ ഷെല്ലിലുള്ള ഓരോ സബ് ഷെല്ലിലെയും ഇലക്ട്രോണുകൾ നമുക്ക് വളരെ വേഗത്തിൽ എഴുതാൻ കഴിയും. എസ്-ൽ 2 ആണെന്നറിഞ്ഞു, പിയിൽ 6 ആണെന്ന് മനസ്സിലാക്കി, ഡിയിൽ ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി 10. അപ്പോൾ 2 6 10 18 ആണ്. എങ്കിൽ എഫിലുള്ളത് 14 ആണെന്ന് വളരെ വേഗത്തിൽ എഴുതാൻ കഴിയും. ഇങ്ങനെ ഓരോ മെയിൻ ഷെല്ലിലുമുള്ള സബ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ടേബിളാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സബ് ഷെല്ലുകൾ ഏതെന്നറിയുക, സബ് ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണവും മനസ്സിലാക്കുക. എസ് എന്ന സബ് ഷെല്ലിൽ 2ഉം പി എന്ന സബ് ഷെല്ലിൽ 6ഉം ഡി എന്ന സബ് ഷെല്ലിൽ 10ഉം എഫ് എന്ന സബ് ഷെല്ലിൽ 14ഉമാണ് ഇലക്ട്രോണുകളുടെ എണ്ണം. നമ്മളിവിടെ കണ്ടത് 8ാം തരത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ആറ്റത്തിന് ചുറ്റുമുള്ള ഊർജ നിലകളായ ഷെല്ലുകളെ കുറിച്ചാണ്. ആ ഷെല്ലുകളെക്കുറിച്ചും ആ ഷെല്ലുകളുടെ ഉള്ളിലുള്ള ഉപഷെല്ലുകളെക്കുറിച്ചുമാണ്. അപ്പോൾ മെയിൻ ഷെല്ലായ KLMN എന്ന ലെറ്ററുകൾ മാറ്റിയതിന് ശേഷം അവിടെ നമ്മൾ 1 2 3 4 എന്നീ നമ്പറുകളാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഊർജ നിലകൾ ഒന്നാമത്തെ ഊർജ നിലയെന്നും രണ്ടാമത്തെ ഊർജ നിലയെന്നും മൂന്നാമത്തെ ഊർജ നിലയെന്നും നാലാമത്തെ ഊർജ നിലയെന്നും ഇവയെ നമ്മൾ മാറ്റുന്നു. അപ്പോൾ ഒന്നാമത്തെ ഊർജ നിലയിലുള്ള സബ് ഊർജ നിലയാണ് 1s. രണ്ടാമത്തെ ഊർജ നിലയിലുള്ള സബ് ഊർജ നിലയാണ് 2s 2p. മൂന്നാമത്തെ ഊർജ നിലയിലുള്ള ഉപ ഊർജ നിലകളാണ് 3s 3p 3d. നാലാമത്തെ
മെയിൻ ഊർജ്ജ നിലയിലുള്ള സബ് ഊർജ്ജ നിലകളാണ് 4s, 4p, 4d, 4f. ഇങ്ങനെ ഓരോ മെയിൻ ഊർജ്ജ നിലകൾക്കും അതാത് സബ് ഊർജ്ജ നിലകളുണ്ട് എന്ന ഒരു പുതിയ ആശയമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. രണ്ടാമത് നമ്മൾ പരിചയപ്പെട്ടത് ഈ സബ് ഊർജ്ജ നിലകളിൽ ഓരോന്നിലും പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിൻ്റെ നമ്പറുകളാണ്, എണ്ണമാണ്. ആ നമ്പർ എസിൽ 2 ആണെന്നും പിയിൽ 6 ആണെന്നും ഡിയിൽ 10 ആണെന്നും എഫിൽ 14 ആണ് എന്ന ആശയം കൂടി മനസ്സിലാക്കി. അപ്പോൾ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഓരോ മുഖ്യ ഊർജ്ജ നിലയിലും മെയിൻ ഷെല്ലുകൾക്കും അതിൻ്റേതായ സബ് ഷെല്ലുകളുണ്ടെന്നും ആ സബ് ഷെല്ലിൽ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയും ആണെന്നുള്ള കാര്യമാണ് ഇവിടെ മനസ്സിലാക്കിയത്. ഇനി നോക്കൂ, സബ് ഷെൽ ഊർജ്ജ വിന്യാസം. ഇവിടെ നമ്മൾ കണ്ട ഓരോ സബ് ഷെല്ലിനെയും അതിൻ്റേതായ രീതിയിൽ വിന്യസിച്ചിരിക്കുകയാണ്. 1s, 2s, 2p, 3s, 3p, 3d, 4s. ഈ സബ് ഷെൽ ഊർജ്ജ വിന്യാസത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്തായിരിക്കും? 1s എന്നത് ആദ്യത്തെ ഊർജ്ജ നിലയിലുള്ളതാണെന്നും 2s, 2p ഇവ രണ്ടാമത്തെ ഊർജ്ജ നിലയിലുള്ളതാണെന്നും 3s, 3p, 3d ഇത് മൂന്നാമത്തെ ഊർജ്ജ നിലയുടേതാണെന്നും 4s നാലാമത്തെ ഊർജ്ജ നിലയിലുള്ളതും ആണെന്നാണ് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ ഇവിടെ എത്ര ഊർജ്ജ നിലകൾ, എത്ര മെയിൻ ഷെല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ 1, 2, 3, 4. ഈ 4 മെയിൻ ഊർജ്ജ നിലകളുടെയും ഉപഷെല്ലുകളുടെ ക്രമീകരണമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഈ ക്രമീകരണം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ 1s, 2s, 2p, 3s, 3p, 3d, 4s ഇത് മാത്രം എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ പൂർണ്ണമായ ഒരു ആശയം ഉൾക്കൊള്ളാൻ കഴിയും. ഇനി ഇതിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണവും നമുക്കറിയാം. ഓരോ സബ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ എസിൽ 2 ആണെന്നും ഒരിക്കൽ കൂടെ ഞാൻ പറയാം, പിയിൽ 6 ആണെന്നും ഡിയിൽ 10 ആണെന്നും എഫിൽ 14 ആണെന്നും പറയാം. പക്ഷേ എഫിൻ്റെ കാര്യം നമ്മളിവിടെ എടുക്കേണ്ട കാര്യമില്ല, അത്രത്തോളം ഉള്ള ഇലക്ട്രോണുകളിലേക്ക് നമ്മൾ പോകുന്നില്ല. നോക്കൂ, പൊട്ടാസ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം 3 മൂലകങ്ങളും അവയുടെ അറ്റോമിക നമ്പറുമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19 ആണ്. 19 ആകുമ്പോൾ നമ്മൾ എങ്ങനെ ഇലക്ട്രോൺ വിന്യാസം എഴുതും എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, എസിൽ 2 ആണ്. ഇതാ എഴുതിയിരിക്കുന്ന നോക്കൂ, എസിൽ 2, പിയിൽ 6, വീണ്ടും എസിൽ 2, പിയിൽ 6. ഡിയിൽ ഇലക്ട്രോൺ എഴുതിയിട്ടില്ല. അതിന് പകരം നമ്മൾ എവിടെ എഴുതിയിരിക്കുന്നു? എസിൽ എഴുതിയിരിക്കുന്നു. നോക്കുക, മൊത്തമുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഒന്ന് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 19 ആണെന്നും അറിയാം. ഇതേ ചുവട് പിടിച്ചുകൊണ്ട് നമുക്ക് കാൽസ്യവും എഴുതാം. ഇതാ കാൽസ്യത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ കൂടുതലാണ്. ആ കൂടുതലായ ഇലക്ട്രോൺ വന്നിരിക്കുന്നത് എസിലുമാണ്. പൊട്ടാസ്യം 19, കാൽസ്യം 20. ഇനി നോക്കൂ, സ്ട്രോൺഷ്യം 21. 21 ആയപ്പോൾ ഒരു ഇലക്ട്രോൺ എവിടേക്ക് വന്നു? ഡിയിലേക്ക് വന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മാനിക്കാൻ കഴിയുന്നത്? നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ വ്യക്തമായ ഒരു ആശയമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എസിലാണ് ആദ്യം ഇലക്ട്രോണുകൾ വന്നു ചേരുന്നത്. എസ് സബ് ഷെൽ പൂർത്തീകരിച്ചതിന് മാത്രമേ ഡിയിലേക്ക് ഇലക്ട്രോൺ പോകുന്നുള്ളൂ. പൊട്ടാസ്യത്തെ സംബന്ധിച്ചിടത്തോളം 4s1 ആണ്. കാൽസ്യത്തെ സംബന്ധിച്ചിടത്തോളം 4s2 ആണ്. എസ് അപ്പോൾ പൂർണ്ണമായും ഫില്ല് ചെയ്തു കഴിഞ്ഞു, ഇലക്ട്രോൺ പൂരണം ചെയ്തു കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ സ്ട്രോൺഷ്യത്തിൻ്റെ 21ാമത്തെ ഇലക്ട്രോൺ ഡിയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3Dയും 4sഉം തമ്മിൽ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തെയാണ് സബ് ഷെൽ ഊർജ്ജ വ്യത്യാസം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഊർജം കൂടിയതും കുറഞ്ഞതുമായ സബ് ഷെല്ലുകളാണ് നമുക്കിവിടെ ഉള്ളത്. ഈ പൊട്ടാസ്യവും കാൽസ്യവും സ്ട്രോൺഷ്യവും അതുപോലെ പീരിയോഡിക് ടേബിളിലുള്ള മറ്റ് മൂലകങ്ങളിൽ എല്ലാം ഇലക്ട്രോൺ പൂരണം ചെയ്യുന്നതിന് ഒരു തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ തത്വം എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം.
പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മളിവിടെ കണ്ട ഒരു കാര്യം ഒരിക്കൽ കൂടി നമ്മൾ ഉറപ്പിക്കുക. എസ് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഡിയിലേക്ക് ഇലക്ട്രോൺ പോകുന്നുള്ളൂ എന്നതാണ് ഈ ഉദാഹരണത്തിലൂടെ നമ്മൾ കണ്ടത്. അപ്പോൾ 4s പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ 3Dയിലേക്ക് ഇലക്ട്രോൺ പൂരണം നടക്കുന്നുള്ളൂ എന്ന ആശയമാണ് നമ്മളിവിടെ വ്യക്തമായി മനസ്സിലാക്കിയത്. ഈ കാണുന്നിരിക്കുന്ന ആരോ മാർക്കുകൾ നമുക്ക് വളരെ പെട്ടെന്ന് ഈ പൂരണത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. 3യിൽ ഇലക്ട്രോൺ പൂർത്തീകരിച്ചാൽ ഉടനെ ഇലക്ട്രോൺ പോകുന്നത് 4sലേക്കാണ്. 4s കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ 3Dയിലേക്ക് ഇലക്ട്രോൺ പോകുന്നുള്ളൂ എന്ന ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ കൂടിയാണ് ഇവിടെ കാണുന്നത്. ഈ രീതിയെ നമുക്ക് ഒരു ഗ്രാഫിലൂടെയും ചിത്രീകരിച്ചു. നിങ്ങൾ ടെസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രാഫിലൂടെ ഇത് കാണിച്ചിട്ടുണ്ട്. ആ ഗ്രാഫിൽ K എന്ന് പറയുന്നതിൽ നോക്കിയാൽ 1s ആണെന്നും, Lൽ 2p 2s, അതുപോലെ Mൽ 3D 3p 3s ആണ്. ആ എന്നിലേക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയും 3Dക്ക് തൊട്ട് താഴെയാണ് 4sൻ്റെ സ്ഥാനം. അപ്പോൾ ഊർജം y ആക്സിസിൽ മുകളിലോട്ട് പോകുമ്പോൾ 3D ഊർജം മുകളിലും 4sൻ്റെ ഊർജം താഴെയുമാണ്. എന്ന് പറഞ്ഞാൽ 4sനാണ് 3Dയേക്കാൾ ഊർജം കുറവ് എന്നാണ് ഈ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ഗ്രാഫ് 8ാം ക്ലാസ്സിലൊക്കെ ഗ്രാഫിലൂടെ നമ്മൾ ചിത്രീകരണങ്ങൾ പലതും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഊർജ്ജനില കൂടുന്നു എന്നതാണ് y ആക്സിസിനെ സൂചിപ്പിക്കുന്നതും x ആക്സിസിനെ സൂചിപ്പിക്കുന്നത് മെയിൻ ഷെല്ലുകളുമാണ്. ആ മെയിൻ ഷെല്ലിൽ N എന്ന മെയിൻ ഷെല്ലിലുള്ള 4sന് M എന്ന മെയിൻ ഷെല്ലിലുള്ള 3Dയേക്കാൾ ഊർജം കുറവ് ആണ് എന്നുള്ളതാണ്. ആ കുറവ് ഉള്ളതുകൊണ്ടാണ് 3Dക്ക് മുന്നേ 4s ഫില്ലാവുന്നത്. 3Dക്ക് മുന്നേ 4sൽ ഇലക്ട്രോൺ പൂർണ്ണം ചെയ്യുന്നത് 3Dയേക്കാൾ 4sന് ഊർജത്തിൻ്റെ അളവ് കുറവാണ്. അതാണ് ആ കാണിച്ചിരിക്കുന്നത്. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതനുസരിച്ച് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ ഊർജവും കൂടി വരുന്നു. ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണബലം കുറയുകയും ചെയ്യുന്നു എന്ന ചെറിയ ക്ലാസ്സിലുള്ള ഒരാശയം കൂടി നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന 1s 2s 2p 3s 3p 4s 3d 4p ഇവയിൽ അവയുടെ ഊർജം കൂടുന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ കാണിച്ചിരിക്കുന്നത് നോക്കൂ, 3p കഴിഞ്ഞിട്ട് 4s വരുന്നു. അപ്പോൾ 4sനാണ് ഊർജം 3Dയേക്കാൾ കുറവ് എന്ന് മനസ്സിലാക്കുക. 4sന് ശേഷമാണ് 3D വന്നിരിക്കുന്നത്. അപ്പോൾ ഊർജ്ജനിലയിൽ 4s കുറവും 3D കൂടുതലുമാണ്. അപ്പോൾ ഊർജം കുറഞ്ഞ ഷെല്ലുകൾ സബ് ഷെല്ലുകളിലാണ് ഇലക്ട്രോൺ പൂരണം ആദ്യം നടക്കുന്നു എന്നുള്ള ആശയമാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ തുടങ്ങിയത് മെയിൻ ഷെല്ലുകളാണ്. ആ മെയിൻ ഷെല്ലുകൾ ഓരോന്നിനെയും നമ്പർ മുറയ്ക്കാണ് എഴുതിയത്. 1 2 3 4 മുഖ്യ ഷെല്ലുകൾ. ഈ മുഖ്യ ഓരോ ഷെല്ലിനും ഉപഷെല്ലുകളും നമ്മൾ കണ്ടു. എസ്, പി, ഡി, എഫ്. ഇനി അതിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണവും നമ്മൾ സൂചിപ്പിച്ചു. 2 6 10 14 എന്നിങ്ങനെയാണ്. ഇനി രണ്ടാമത് അതിൽ കണ്ടത് സബ്ഷെൽ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യത്തെക്കുറിച്ചാണ്. സബ്ഷെല്ലിൽ ഇലക്ട്രോൺ പൂർണ്ണം നടത്തുമ്പോൾ 1sൽ ആദ്യം പൂർണ്ണം നടത്തുന്നു, 2sൽ നടത്തുന്നു, 2pയിൽ നടക്കുന്നു, 3sൽ നടക്കുന്നു. പക്ഷേ 3Dയിൽ നടക്കുന്നില്ല. പക്ഷേ 4sലാണ് പൂരണം നടക്കുന്നത്. എന്തുകൊണ്ടാണ് 4sൽ ആദ്യ പൂരണം നടക്കുന്നത്? 3Dക്ക് മുമ്പേ 4sന് 3Dയേക്കാൾ ഊർജം കുറവാണ്. അപ്പോൾ ഊർജം കുറവായ സബ്ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ ആദ്യം എത്തുന്നത് എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം 4s ഫില്ല് ചെയ്തതിന് മാത്രമേ 3Dയിലേക്ക് ഇലക്ട്രോൺ പോകുന്നുള്ളൂ എന്നുള്ളതാണ്. 1sൽ 2ഉം 2sൽ 2ഉം 2pയിൽ 6ഉം 3sൽ 2ഉം 3pയിൽ വീണ്ടും 6ഉം അത് കഴിഞ്ഞ് 3Dയിൽ എത്തുന്നില്ല. പകരം 4sലാണ് വരുന്നത്. 4sൽ 1 പൂരണം നടക്കുന്നു. രണ്ടാമത് വരുമ്പോൾ 4sൽ 2 നടക്കുന്നു. മൂന്നാമതൊരു ഇലക്ട്രോൺ കൂടി വന്നാൽ മാത്രമേ 3Dയിലേക്ക് ഇലക്ട്രോൺ പൂർണ്ണം നടക്കുന്നുള്ളൂ. അഫോ പ്രിൻസിപ്പിളിൻ്റെ രീതിയാണ് നമ്മൾ നേരത്തെ ഗ്രാഫിലൂടെയും കണ്ടത്. അപ്പോൾ എനർജി ആണ് മൂലകങ്ങളെ സംബന്ധിച്ചിടത്തോളം
അവയുടെ സബ്ഷെല്ലിൽ ഇലക്ട്രോൺ വിന്യാസത്തെ ആശ്രയിച്ചിരിക്കുന്ന പ്രധാന ഘടകം. അപ്പോൾ ഓരോ സബ്ഷെല്ലിലും ഇലക്ട്രോണുകൾ പൂരണം നടക്കുന്നതിൽ ഓരോ സബ്ഷെല്ലിൻ്റെയും ഊർജത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഊർജം കുറവുള്ള സബ്ഷെല്ലിലായിരിക്കും ആദ്യം ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് എന്ന ആശയത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും രസതന്ത്രം പഠിക്കുമ്പോൾ നോട്ട് എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഓരോ പ്രവർത്തനങ്ങളുമായിരിക്കണം നിങ്ങളെ നോട്ട് ബുക്കിൽ നോട്ടായി രേഖപ്പെടുത്തേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതാണ് നോട്ട്. അപ്പോൾ നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പഠിച്ച സബ്ഷെൽ ഊർജ വിന്യാസം, സബ്ഷെൽ ഇലക്ട്രോണിക് എനർജി കോൺഫിഗറേഷൻ ഉപയോഗപ്പെടുത്തി മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കുക. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് 1s-ഉം 2s-ഉം 2p-യും 3s-ഉം 3p-യും 4s-ഉം 3d-യും ഒക്കെ എങ്ങനെ ഇലക്ട്രോൺ പൂരണം നടക്കുന്നു എന്ന് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഒരു 5-6 ഉദാഹരണങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട്. ആ ഉദാഹരണങ്ങളെ ആ മൂലകങ്ങളുടെ സിമ്പൽ ഉപയോഗപ്പെടുത്തുക, പീരിയോഡിക് ടേബിളിൻ്റെ സഹായത്തോടുകൂടി മൂലകങ്ങളുടെ അറ്റോമിക് നമ്പർ കണ്ടെത്തുക, അറ്റോമിക് നമ്പർ കണ്ടെത്തി സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1s, 2s, 2p, 3s, 3p, 3d, 4s എന്നീ ഊർജ നിലകളിൽ പരമാവധി ഇലക്ട്രോണുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി പരിശീലിക്കുക. വളരെ വേഗത്തിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനുള്ള ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും.